പേരാമ്പ്രയിൽ യുഡിഎഫ് പ്രകടനത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി കോൺഗ്രസ് രംഗത്ത്. പോലീസിന്റെ ഭാഗത്തു നിന്നാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് ആരോപിച്ച് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ടിയർ ഗ്യാസിനൊപ്പം പോലീസ് ഗ്രനേഡും ഉപയോഗിച്ചു. ഇതിനിടയിൽ സ്ഫോടക വസ്തു എറിഞ്ഞെന്നുമാണ് ആരോപണം. ഷാഫി പറമ്പിൽ എം പി പങ്കെടുത്ത യുഡിഎഫ് പ്രകടനത്തിനിടെ പോലീസിന് നേരെ അക്രമം നടത്തുകയും സ്ഫോടക വസ്തു എറിയുകയും ചെയ്തുവെന്ന കേസിൽ 5 യുഡിഎഫ് പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് ഹർത്താൽ ദിനത്തിൽ യുഡിഎഫ് പ്രതിഷേധ പ്രകടനം പേരാമ്പ്ര ടൗണിൽ പോലീസ് തടഞ്ഞപ്പോഴാണ് സംഘർഷമുണ്ടായത്. ഷാഫി പറമ്പിലിനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് 700ഓളം പേർക്കെതിരെ ആദ്യം കേസെടുത്തത്. ഇതിന്റെ അന്വേഷണത്തിൽ ലഭിച്ച വീഡിയോ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലെന്ന് പറഞ്ഞ് പോലീസിനെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്നതിന്റെ പേരിൽ പിന്നീട് മറ്റൊരു കേസ് കൂടി എടുത്തിരുന്നു. സംഘർഷത്തിനിടയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് ലാത്തിയടിയേറ്റത് വലിയ ചർച്ചയ്ക്കും വിവാദത്തിനും വഴിവെച്ചിരുന്നു. ഇതിനിടെ കഴിഞ്ഞ LDF നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിൽ ഷാഫിക്കെതിരെ CPM നേതാക്കളുടെ ഭീഷണിയും ഉയർന്നിരുന്നു. അഹംഭാവവും ധിക്കാരവും താൻ പ്രമാണിത്വവുമാണ് ഷാഫി പറമ്പിലിനുള്ളതെന്നും മൂക്കിന്റെ പാലമല്ലേ ഇപ്പോൾ പോയിട്ടുള്ളൂ, ഇനി സൂക്ഷിച്ചു പോയാൽ മതിയെന്നും EP ജയരാജൻ പറയുകയുണ്ടായി. ഇതിനെതിരെ പോലീസ് നടപടിയെടുക്കാത്തതിനെ ചോദ്യം ചെയ്ത് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ രംഗത്തെത്തിയിരുന്നു.